ശ്രീ നരേന്ദ്രമോദി ഇന്ന് ലോകത്തിലെ ഇത്രയും സ്വീകാര്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? ഇന്ന് ലോകരാഷ്ട്ര തലവന്മാരുടെ ഇടയിൽ ചെന്ന് കഴിയുമ്പോഴും അദ്ദേഹം ഇത്രയും ആകർഷണീയതയുള്ള ഒരു വ്യക്തിത്വമാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? ഇതൊരു രഹസ്യമാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാലറിയാം, മോദിജിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭാരതം ഇത്രയും ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ താമസമില്ലാതെ നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഭരണാധികാരികൾ മാറി മാറി ഭാരതത്തിനെ ഭരിച്ച് മുടിപ്പിച്ചിട്ടും നമ്മളുടെ മോദിജി വന്നതിന് ശേഷം ഭാരതത്തിൽ ഇത്രയധികം വികസനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? അപ്പോൾ അത് ആ ഭരണാധികാരിയുടെ മികവെന്നല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടിയിട്ട് നമുക്കില്ല. ഇവിടെ വിഭവങ്ങളില്ലാഞ്ഞിട്ടോ ഇവിടെ സമ്പത്തില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകാതിരുന്നത്. അഴിമതിയുടെ കൂമ്പാരമായിരുന്ന ഗവൺമെൻറ്റുകളുടെ ഭരണം കൊണ്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഏറ്റവും വേഗത കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മോദിജി വന്നതിന് ശേഷം പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ ഈ ഭാരതത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്താണ് മോദിജിയുടെ പ്രത്യേകത? എന്താണ് അദ്ദേഹത്തിൻ്റെ ആകർഷണീയതയ്ക്കുള്ള കാരണം? പതഞ്ജലി യോഗസൂത്ര എന്ന് പറയുന്ന 6000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, പതഞ്ജലി മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് വൈരാഗ്യ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചിട്ട്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുന്നത് വൈരാഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലേ. ഇതല്ല. അതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ലോകത്തിനെ മുഴുവൻ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. കണ്ണിന് എപ്പോഴും പുതിയ കാഴ്ചകൾ കാണണം അല്ലേ. നമ്മൾ ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ട് പാരീസിലൊക്കെ പോയി നിൽക്കും. എത്ര സമയം നമ്മൾ ഈഫൽ ടവറിനെ നോക്കി നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. ഇനി നമ്മൾ മൂക്കിൻ്റെ കാര്യം, സെൻറ്റ് നമ്മൾ പൂശുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് അതിൻ്റെ മണം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ചെവിയുടെ കാര്യം, ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്ത് എത്ര സമയം നമ്മൾ കേൾക്കും? കുറച്ച് കഴിയുമ്പോൾ ആ റൂമിൽ ഇറങ്ങി നമ്മൾ ഓടും, ആ പാട്ട് അവിടെ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഇനിയും രുചിയുടെ കാര്യം, നമുക്ക് ലഡു ഇഷ്ടമാണ്, ഒരു സമയം എത്ര ലഡു കഴിക്കും? 4 ലഡു, 5 ലഡു, 6 ലഡു. കുറച്ച് കഴിയുമ്പോൾ ലഡു വേണ്ടാന്ന് പറയും. ഇനി മധുരം എന്ന് പറയുന്ന കാര്യം എന്നോട് മിണ്ടരുതെന്ന് പറയും. ഇനി ഇതേപോലെയാണ് സ്പർശത്തിൻ്റെ കാര്യവും. വേറൊരാളുടെ ശരീരവുമായിട്ട് നമുക്ക് എത്ര സമയം ഉറസിക്കൊണ്ടിരിക്കാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്, ശരീരത്തിന് പരിധിയുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് എല്ലാത്തിനും പരിധിയുണ്ട്, ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിധിയുണ്ട്. പക്ഷേ നമ്മൾ ഈ ലഡു വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഇതേ ലഡുവിനോട് തന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പഴയ ആർത്തി തിരിച്ചു വരും. അവിടെയാണ് പ്രശ്നം. അപ്പം നമ്മൾക്ക് ഈ ശരീരം കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയുള്ള വലിയ പരിമിതിയുണ്ട്. പക്ഷേ അതിൻ്റെ പുറകുള്ള മനസ്സിന് ഒരിക്കലും ആർത്തി തീരുന്നില്ല. ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ആർത്തി പിടിച്ച് പാഞ്ഞു നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആർത്തിയെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ, ഈ ആർത്തി കൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള സുഖമൊന്നും കിട്ടില്ല എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വൈരാഗ്യ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ഉറച്ചു എന്നാണ്. അതുണ്ടെങ്കിലും സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ആർത്തി തീരും. ആർത്തി തീരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ കുറയും. നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ആഗ്രഹങ്ങൾ നമുക്ക് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ദുർബലരായിരിക്കും. പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും ശക്തരുമായിരിക്കും. അപ്പോൾ നമ്മൾ മോദിജിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങളൊന്നും തന്നെയില്ല. പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ഒരാൾക്ക് ഒരിക്കലും അഴിമതിയില്ലാതെ ഇത്രയും നാളും ഒരു രാജ്യവും ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഉറപ്പാണ്. നമ്മൾ ഇത്രയും നാളത്തെ നമ്മളുടെ ഭരണാധികാരികളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയല്ലേ, അഴിമതി കൂമ്പാരങ്ങളായിരുന്നു പല ഭരണകൂടങ്ങളും. കാരണം അവർക്കൊക്കെ രാജ്യപുരോഗതി കഴിഞ്ഞ് കൂടുതലായിട്ട് അവരുടെ താല്പര്യം എനിക്കെന്ത് കിട്ടുന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ മോദിജിയുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. എനിക്കെന്ത് കിട്ടുന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കൺസേണും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് രാജ്യം മുന്നോട്ട് നയിക്കണം. അതുമാത്രമേ ഉള്ളൂ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രത്യേകതകളും ഈ ആകർഷണീയതയും ഒക്കെ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ യഥാ രാജ തഥാ പ്രജ എന്നാണ്. എങ്ങനെയാണോ രാജാവ് അതുപോലെ ആയിരിക്കും പ്രജകളും, അതുപോലെ തന്നെ ആയിരിക്കും കൂട്ടത്തിലുള്ള ആൾക്കാരും. ഏറ്റവും തലപ്പത്തിരിക്കുന്ന മോദിജിക്ക് യാതൊരു വിധത്തിലുള്ള പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങളുമില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും സംശുദ്ധമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കൂടെയുള്ളവർക്ക് ആ ഒരു രീതിയിലേക്ക് വരാതെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് അഴിമതിക്ക് യാതൊരു ചാൻസും ആ ഭരണകൂടത്തിന് ഇല്ലാത്തത്. അദ്ദേഹത്തിന് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ ഒന്നും പ്രലോഭിപ്പിക്കുന്നില്ല. ഒരു വസ്തു കൊണ്ട് അദ്ദേഹത്തിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പൈസ കൊടുത്തോ, സ്ത്രീകളെ കാണിച്ചിട്ടോ, മദ്യം കാണിച്ചിട്ടോ, അതായത് ബലഹീനതകളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു രാജ്യത്തിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ മുന്നിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷായം എടുത്തുകൊണ്ടുമല്ല സന്യാസമാണ്, അതൊരു മാനസികാവസ്ഥയാണ്. വ്യക്തിപരമായിട്ട് എല്ലാം ഉപേക്ഷിച്ച ഒരാളാണ്.
അങ്ങനെ വ്യക്തിപരമായിട്ടല്ല ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഒരു രാജ്യത്തിനെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊടുത്തിരിക്കുന്ന സ്വർണം പോലും അടിച്ചു മാറ്റാൻ എന്താണ് മാർഗമെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളും കുഴപ്പക്കാരനാണെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും ചോദിക്കാനും പറ്റില്ല. ഒരു നാടിൻ്റെ അധപ്പതനമാണത്. അപ്പോൾ ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം മോദിജി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഈ വൈരാഗ്യയിൽ ഊന്നിയുള്ള മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ കൊണ്ടാണ് നമ്മുടെ രാജ്യം ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി. ഈ ശക്തി അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും മുന്തിയ കാർ യാത്ര ചെയ്യാൻ, ഏറ്റവും മുന്തിയ ഭക്ഷണം എവിടെ ചെന്നാലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ അംഗീകാരവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഭാരതം എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ കേന്ദ്രമാണ്. ആ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂർണ്ണമായിട്ടും വൈരാഗ്യയിൽ ഉറച്ചിട്ടുള്ള അനേകം ലക്ഷക്കണക്കിന് ഋഷിമാർ ജീവിച്ചിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഭരണാധികാരി വന്നു കഴിയുമ്പോൾ അവരുടെ എല്ലാവരുടെയും ആത്മീയമായിട്ടുള്ള ഒരു ബലം, ആത്മീയമായിട്ടുള്ള ഒരു അനുഗ്രഹം ആ ഭരണാധികാരിക്ക് കിട്ടാതെ നിവർത്തിയില്ല. അപ്പം മോദിജിയെ പോലുള്ള ഭരണാധികാരികളാണ് വേണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരും അതേപോലെ ആകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രാജ്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പം മോദിജിയെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. അതുപോലുള്ള അനേകം നേതാക്കൾ നമുക്കിവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിനെ സ്വർഗ്ഗതുല്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ്, പേഴ്സണലി യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആധ്യാത്മികതയിൽ വളരെയധികം ഉയർന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമ്മളുടെ ഭാരതത്തിൻ്റെ സ്പിരിച്വാലിറ്റി അതിൽ ഊന്നിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭാരതത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആ ഉയർത്തലാണ് ഇപ്പോൾ നമ്മൾ മോദി എന്ന് പറയുന്ന ആ യുഗപുരുഷൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്കും ഇതുപോലെ ആകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, പേഴ്സണലായിട്ട് ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ തൃപ്തിയോട് കൂടിയിട്ടിരിക്കാൻ പറ്റും. ആ തൃപ്തിയോട് കൂടിയിട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം വന്നോളൂ. അതാണ് ഏറ്റവും വലിയ രസം. പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചോളും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫർട്ടും ഇടേണ്ട ആവശ്യമില്ല. അപ്പം മോദിജി ആണ് നമ്മളുടെ, ശരിക്കും പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. മോദിജി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇന്ന് ഭാരതത്തിൻ്റെ തലപ്പത്ത് വന്നതുകൊണ്ടാണ് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്ക് എവിടെ ചെന്നാലും അഭിമാനത്തോടു കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരമാണ് അദ്ദേഹം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ ഒരു ഭാരതീയ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.